ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോൾസ് തിയറത്തെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. എന്താണ് റോൾസ് തിയറം, സ്റ്റേറ്റ്മെന്റ് എന്താണ്, അതിന്റെ പ്രൂഫ് എങ്ങനെയാണ് വരിക, പിന്നെ അതിന്റെ ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ വന്നു, പിന്നെ ചെറിയൊരു എക്സാമ്പിൾ, വെരിഫിക്കേഷന്റെ ചെറിയൊരു എക്സാമ്പിളും നോക്കി. ഇനി ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് റോൾസ് തിയറത്തിന്റെ തന്നെ ഒരു കോൺസിക്വൻസ് ആയിട്ട് വരുന്ന പക്ഷെ നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു തിയറം, മീൻ വാല്യൂ തിയറം. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അതേ പ്രൊസീജിയറിൽ പോവാം. ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരു ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ കണ്ടിട്ട് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. സോ ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഹാവിംഗ് ദിസ് ഗ്രാഫ്. എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന്റെ ഈ ഒരു ഗ്രാഫ് ഉള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി എ എന്ന് പറയുന്ന ഒരു പോയിന്റാണ് ഇത്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റാണ് ഇത്. ഞാൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ മാത്രം ഈ ഫംഗ്ഷന്റെ ഗ്രാഫിനെ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് അതിൽ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഈ പോയിന്റ് നമ്മൾ പി എന്ന് നോട്ട് ചെയ്യുന്നു, പി എ എഫ് ഓഫ് എ, ആൻഡ് ദിസ് വിൽ ബി ക്യൂ ബി എഫ് ഓഫ് ബി, ആൻഡ് ഐ എം കണക്ടിങ് these two points. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ ഈ ഒരു ലൈനിനെ ഇതേപടി ഞാൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഏതൊരു ഒരു ലെവലെത്തുമ്പോൾ നമുക്ക് ഏതൊരു പോയിന്റിന്റെ ടാൻജന്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത ലൈനെ കിട്ടും. ഏതൊരു പോയിന്റ്, ഐ എം കോളിംഗ് ഇറ്റ് ആസ് സി. സി എന്ന് പറഞ്ഞ എ ബി ഓപ്പൺ ഇന്റർവെല്ലിൽ തന്നെ കിടക്കുന്ന സി എന്ന് പറഞ്ഞ ഒരു ലൈൻ, ഒരു പോയിന്റിന്റെ ടാൻജന്റ് ലൈൻ ആയിട്ട് നമുക്ക് ഈ ഷിഫ്റ്റ് ചെയ്ത ഈ ലൈനെ കിട്ടും. ദാറ്റ് ഈസ് there exists a point C between A and B whose tangent line is parallel to PQ. PQ-നോട് പാരലൽ ആയിട്ട് കിട്ടും അതിന്റെ ടാൻജന്റ് ലൈൻ. ഓക്കെ, നമ്മൾ ഇപ്പൊ കണ്ട ഈ ഒരു സംഭവത്തെ നമുക്ക് നമ്മുടെ ഡെറിവേറ്റീവിന്റെ ഭാഷയിലേക്ക് ഒന്ന് മാറ്റാം. ഓക്കെ, ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പും ഈ ചെരിവും പി ക്യു എന്ന് പറഞ്ഞ ലൈനിന്റെ ചെരിവും ഈ ആംഗിളും സെയിം ആണ്. ഓക്കെ, so slope of the tangent line at C equal to slope of the line PQ. Okay, slope of the tangent line at C means derivative at that point. Okay, so f dash of C equal to slope of the line PQ. ഒരു ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1. ഇവിടെ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1. ഇറ്റ് വിൽ ബി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. സോ നമുക്ക് എന്ത് കിട്ടി? There exists a point C between A and B in the open interval A and B where f dash of C equal to f of B minus f of A by B minus A. Okay, നമ്മളിപ്പോൾ എ ബി എന്ന് പറഞ്ഞൊരു പോയിന്റ്, രണ്ട് പോയിന്റ് എടുത്തിട്ട് ആ ഇന്റർവെല്ലിൽ മാത്രം ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് എ ബിയിൽ സീക്കൻഡ് ലൈൻ വരച്ചു. പി ക്യു എന്ന് പറഞ്ഞാൽ സീക്കൻഡ് ലൈൻ ആണ്. സീക്കൻഡ് ലൈൻ വരച്ചു, അതിനൊക്കെ പാരലലായിട്ട് ടാൻജന്റ് ലൈൻ വരുന്ന ഒരു പോയിന്റ് ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ കിട്ടി. നമ്മളിപ്പോൾ എ ബി എന്ന് പറയുന്ന പെയർ മാറ്റി A1 B1 ഏത് പേരെടുത്താലും, വേറെ പേരെടുക്കുകയാണെങ്കിലും അതിനെ കണക്ട് ചെയ്യുന്ന സീക്കൻഡ് ലൈനിനോട് പാരലലായിട്ട് ടാൻജന്റ് ലൈൻ വരുന്ന ഒരു പോയിന്റും ആ ഓപ്പൺ ഇന്റർവെൽ A1 B1ലും കിട്ടും. ഓക്കെ, ഈ ഒരു ഫിനോമിനന് ഞാൻ ഒരു മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. Then it will be mean value theorem. Mean value theorem states that let the function f be continuous on closed interval AB, differentiable on open interval AB, then there exists a point C belongs to open interval AB such that f dash of C equal to f of B minus f of A by B minus A. C belongs to open interval AB റോൾസ് തിയറത്തിലെ പോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് വിൽ ബിറ്റ്വീൻ എ ആൻഡ് ബി, എയോ ബിയോ ആയിരിക്കില്ല, പക്ഷെ അതിൻ്റെ ഇടയിലൊരു പോയിന്റ് ആയിരിക്കും. സോ നമുക്കിനി മീൻ വാല്യൂ തിയറത്തിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് പോണേന്ന് നോക്കാം. സോ നമ്മൾ പി ക്യു എന്ന് പറഞ്ഞ ലൈൻ പാരലലായിട്ട് ടാൻജന്റ് ലൈൻ വരുന്ന ഒരു പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് തന്നെ പി ക്യു എന്ന് പറഞ്ഞ ലൈനിന് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കുകയാണ്. സോ ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട്. സോ നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. y മൈനസ് y1 ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1 ആണ്. സോ
x1 y1 എന്ന് പറഞ്ഞ പോയിന്റ് ക്യൂ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ y മൈനസ് എഫ് ഓഫ് ഡി ഈക്വൽ ടു സ്ലോപ്പ് എഫ് ഓഫ് ഡി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. സോ y ഈക്വൽ ടു ദിസ് തിങ്. ഓക്കെ, ഇനി ഞാൻ ഒരു ഫംഗ്ഷൻ ഡി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. എന്നിട്ട് ആ ഡി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ റോൾസ് തിയറത്തിൻ്റെ ഹൈപ്പോത്തസിസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നു. റോൾസ് തിയറം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു സി കിട്ടും. ആ സി ആണ് നമ്മുടെ റിക്വയർഡ് സി. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫൈൻ ഡി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് നമ്മുടെ ഈ വൈഡ് ഇക്വേഷനാണ് ഈ എഴുതിയേക്കുന്നത്. എഫ് ഓഫ് എക്സ് മൈനസ് വൈഡ് ഇക്വേഷൻ. സോ നമ്മൾ ജസ്റ്റ് ഈ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് ഗ്രാഫിലൊന്ന് നോക്കാം. എന്താ ഈ ഫംഗ്ഷൻ അവർ ഉദ്ദേശിക്കുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഗ്രാഫാണ്. വൈ എന്ന് പറയുന്നത് ഈ ലൈനാണ്. സോ ഡി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തുവാ, എഫ് ഓഫ് എക്സ് മൈനസ് ഈ ലൈൻ. സോ ഇത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഡിസ്റ്റൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. കാരണം എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആണ്. ഇതും ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇതൊക്കെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അപ്പോൾ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. സോ രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതിൻ്റെ കോമ്പിനേഷനും ദാറ്റ് മീൻസ് അതിൻ്റെ ഡിഫറൻസും കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഡി ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. സെയിം റീസണിൽ തന്നെ ഡി ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി ആയിരിക്കും. ആൻഡ് ഡി ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 0 എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ഡി ഓഫ് ബി എന്ന് പറഞ്ഞാലും കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 0 എന്ന് തന്നെയാണ് കിട്ടുക. സോ നമുക്ക് ഈ ഡി എന്ന് പറഞ്ഞ ഫംഗ്ഷന് റോൾസ് തിയറം അപ്ലൈ ചെയ്യാം. 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ റോൾസ് തിയറം അപ്ലൈ ചെയ്ത് വരുമ്പോൾ then there exists a point C between A and B such that d dash of C equal to 0. By the way, d dash of x എന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷൻ ഡി എന്ന് പറയുന്ന ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ആണ്. സോ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാലും ഈസി ആയിട്ട് കാണാം. എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ ആയിരുന്നു, പ്ലസ് ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിരുന്നു. സോ അതിൻ്റെ കോയിഫിഷ്യന്റ്. സോ ഡി ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇതാന്ന് കിട്ടി. സോ ഡി ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ഇംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് സി മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു ദിസ് തിങ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ റിക്വയേർഡ് സി കിട്ടി. ഇതാണ് മീൻ വാല്യൂ തിയറത്തിൻ്റെ പ്രൂഫ്. നമ്മളിപ്പോൾ പ്രൂഫ് അങ്ങനെ കണ്ടു. ഇനി നമ്മളിപ്പോൾ ഒരു ഡി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, അത് എന്തുകൊണ്ടാണ് ആ ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ഡി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ, എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫും നമ്മുടെ പി ക്യൂ എന്ന് പറഞ്ഞ സീക്കൻഡ് ലൈനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡി. ഡി ഡാഷ് ഓഫ് സി 0 തന്നെ, ഡി ഡാഷ് ഓഫ് എക്സ് 0 എന്ന പോയിന്റ് ആണ് നമ്മളെടുത്ത നമ്മുടെ റിക്വയർഡ് പോയിന്റ്. നമുക്ക് റിസൾട്ട് കിട്ടിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിയുടെ ഡെറിവേറ്റീവ് 0 എപ്പോൾ വരുന്നു ആ പോയിന്റ് ആണ്. ഇനി നമ്മൾ മുന്നത്തെ സെക്ഷനിലൊക്കെ പഠിച്ചു ഡെറിവേറ്റീവ് എപ്പോഴാണ് 0 വരിക, ഒന്നില്ലെങ്കിൽ അത് മാക്സിമം പോയിന്റ് ആവണം, അല്ലെങ്കിൽ അത് വല്ല മിനിമം പോയിന്റും ആവണം. ഓക്കെ, മാക്സിമം പോയിന്റോ മിനിമം പോയിന്റോ അറ്റൈൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ടാൻജന്റ് ലൈനൊക്കെ ഹൊറിസോണ്ടൽ ആവുക. അവിടെയാണ് ഡെറിവേറ്റീവ് 0 വരാന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ ഡി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ദ ലൈൻ പി ക്യൂ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ പി ക്യൂ ആൻഡ് എഫ് എപ്പോഴാണോ എക്സ്ട്രീമത്തിലേക്ക് എത്തണേ അവിടെയാണ് അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആവുക. ഓക്കെ, മിനിമം എത്തുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എയും ബിയും ആണ്. കാരണം എയിലും ബിയിലും രണ്ട് ഫംഗ്ഷൻ്റെയും വാല്യൂ, എഫിൻ്റെ വാല്യൂ നമ്മുടെ സീക്കൻഡ് ലൈനിൻ്റെ വാല്യൂം സെയിം ആണ്. സോ ഡിസ്റ്റൻസ് 0 ആണ് അവിടെ റിലേറ്റീവ് മിനിമം ആണ് പറഞ്ഞത്. പിന്നെ വരുന്ന എക്സ്ട്രീമ പോയിന്റ് റിലേറ്റീവ് മാക്സിമം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് മാക്സിമം വരുന്ന പോയിന്റ്. സോ ആ പോയിന്റാണ് നമ്മൾ സി ആയിട്ട് ചൂസ് ചെയ്തത്. സോ നമ്മളിപ്പോൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫംഗ്ഷനെ നമ്മൾ മാക്സിമൈസ് ചെയ്തു. അതിന് എവിടെയാണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫംഗ്ഷനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തു, മാക്സിമൈസ് ചെയ്തു. അതിന് എപ്പോഴാണ് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യണേ ആ പോയിന്റിലാണ് നമ്മുടെ സീക്കൻഡ് ലൈനിനോട് ടാൻജന്റ് ലൈൻ പാരലൽ വരുന്ന പോയിന്റ് കിട്ടുക. ഓക്കെ, മീൻ വാല്യൂ തിയറത്തിൻ്റെ ഒരു സിമ്പിൾ വെരിഫിക്കേഷൻ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ക്യൂബ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0-3 കൺസിഡർ ചെയ്യുവാണ്. ആദ്യം തന്നെ മീൻ വാല്യൂ തിയറത്തിൻ്റെ കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടോ നോക്കാം. എഫ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ഓൺ ആർ ആണ്.
Real value, for all real value, it is continuous. So particularly close to 0, 1 അത് continuous ആണ്. Throughout R അത് differentiable ആണ്, since it is a polynomial function. So particularly open 0, 1 it will be differentiable. So this function satisfies all the conditions of mean value theorem. സോ നമുക്ക് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ആ പറഞ്ഞ റിസൾട്ടിൽ വരുന്ന വാല്യൂ ആയിട്ട് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x² ആണ്. ആൻഡ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബി ആയിട്ട് 1ഉം എ ആയിട്ട് 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദ വാല്യൂ വിൽ ബി 1. ആൻഡ് സോ 3x² ഈക്വൽ ടു 1 വരുന്ന പോയിന്റ്, ദാറ്റ് മീൻസ് x² ഈക്വൽ ടു 1/3, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1/3. ഈ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1/3 പ്ലസ് റൂട്ട് ഓഫ് 1/3 എന്ന് പറയുന്നത് 0ക്കും 1-നും ഒരു പോയിന്റ് ആണ്. സോ സി ആയിട്ട് നമുക്ക് ആ വാല്യൂ ചൂസ് ചെയ്യാം. സോ ഹെൻസ് വെരിഫൈഡ് മീൻ വാല്യൂ തിയറം. ഓക്കെ, താങ്ക് യു.